എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ എഴുത്തകം എന്ന 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ പാഠഭാഗമായ കിരാതവൃത്തം എന്ന കവിതാഭാഗമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ കടമ്മനിട്ട രാമകൃഷ്ണൻ പിള്ളയുടെ രചനയാണ് നമുക്ക് പഠിക്കാനുള്ള കിരാതവൃത്തം എന്ന കവിത. പ്രകൃതിയുടെയും വനങ്ങളുടെയും മനോഹാരിതയെ തൻ്റെ കവിതയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പിള്ള. അദ്ദേഹത്തിൻ്റെ രചനയായ കിരാതവൃത്തം എന്ന കവിത കാടിനെ നശിപ്പിക്കുന്ന മനുഷ്യരോടുള്ള ഒരു കാട്ടാളന്റെ അടങ്ങാത്ത പകയുടെ ചിത്രമാണ്. ആധുനിക ജനത കാടിനോടും അവിടെയുള്ള ജനങ്ങളോടും കാണിക്കുന്ന നീതികേടുകളെ കാട്ടാളൻ എന്ന കഥാപാത്രത്തിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാ കഥകളിലും നായകന്മാരൊക്കെ സുന്ദരന്മാരും സുമുഖന്മാരുമായിരിക്കും അല്ലേ? എന്നാൽ ഇവിടെയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത വേറിട്ട് നിൽക്കുന്നത്. ഇവിടെ നായകൻ കാട്ടാളനാണ്. തൻ്റെ വംശത്തെയും ആവാസ വ്യവസ്ഥയെയും ഉപജീവന മാർഗത്തെയും ഇല്ലാതാക്കുന്ന യുവതലമുറയ്ക്കെതിരെ പോരാടുകയാണ് കാട്ടാളൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ കവി ഇവിടെ സ്വയം കാട്ടാളനായി മാറുകയാണ്. യുവതലമുറ ചെയ്യുന്ന നീചമായ പ്രവൃത്തിക്കെതിരെ കവി സ്വയം ഒരു കാട്ടാളനായി മാറി പ്രതികരിക്കുകയാണ് കിരാതവൃത്തം എന്ന ഈ ഒരു കവിതയിലൂടെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കവിയുടെ ആത്മരോക്ഷമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാട്ടാളൻ എന്ന വാക്കിന് വിപരീത പദമായി നാട്ടാളൻ എന്ന പദം ഉപയോഗിക്കാമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാട്ടാളനാണോ അതോ ആവശ്യമില്ലാതെ ആയുധങ്ങൾ കയ്യിലേന്തി അന്യോന്യം കൊല്ലാനൊരുങ്ങുന്ന നാട്ടാളനാണോ നല്ലവർ? ആരിലാണ് സംസ്കാരമുള്ളത് എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് കടമ്മനിട്ടയുടെ കിരാതവൃത്തം എന്ന കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിരാതവൃത്തം എന്ന ഈ ഒരു കവിതയുടെ പശ്ചാത്തലമായി വരുന്നത് പടയണി എന്ന കലാരൂപമാണ്. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കാവുകളിൽ നടത്തുന്ന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് പടയണി. പടയണിയിൽ നിരവധി കോലങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൈരവി കോലം. ആ കോലത്തിൻ്റെ ഒരു അംശമാണ് കവി ഇവിടെ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കിരാതവൃത്തം എന്ന കവിതയിലെ നായകൻ എന്ന് പറയുന്നത് കാട്ടാളനാണ്. ഇവിടുത്തെ കാട്ടാളന് പടയണിയിലെ ഭൈരവി കോലമാണ് കവി നൽകിയിരിക്കുന്നത്. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാടിനെ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇവിടെ ഈ ഒരു കവിതയ്ക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് കാട്ടാളൻ്റെ പല പല ഭാവങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ കാട്ടാളൻ്റെ രൗദ്രഭാവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ കാട്ടാളൻ്റെ നിസ്സഹായ അവസ്ഥയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്തിൽ കാട്ടാളൻ്റെ ഉയർന്ന എഴുന്നേൽപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് കാട്ടാളൻ്റെ പ്രതീക്ഷയാണ്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർക്കൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. തരിശായി കിടക്കുന്ന തൻ്റെ ഭൂമിയെ നെഞ്ച് നീറി നോക്കി നിൽക്കുന്ന ഒരു കാട്ടാളനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കവിതയുടെ ആദ്യ ഭാഗത്തിൽ ഈറ്റപ്പുലിയോടാണ് കവി കാട്ടാളനെ ഉപമിക്കുന്നത്. ഈറ്റപ്പുലി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന പുലി എന്നാണ് അർത്ഥം. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന പുലി തൻ്റെ കുഞ്ഞുങ്ങളെ ആരും കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കും. ആ പുലി തൻ്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോവാതിരിക്കാൻ വേണ്ടി എത്ര ശ്രദ്ധയോടെയാണോ നിൽക്കുന്നത്, അതുപോലെയാണ് തൻ്റെ കാടിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാട്ടാളനും ശ്രമിക്കുന്നത്. കരിമൂർക്കൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും, അതായത് കുത്താൻ ആഞ്ഞു നിൽക്കുന്ന കരിമൂർക്കനെ പോലെ പുരികം വളച്ചുമാണ് കാട്ടാളൻ നിൽക്കുന്നത്. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ. നീറായ എന്ന് പറഞ്ഞാൽ കത്തി വെണ്ണീറായ വനത്തിൻ്റെ നടുവിൽ കാട്ടാളൻ ഇങ്ങനെ നിൽക്കുകയാണ്. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. നെഞ്ചത്തൊരു പന്തം എന്ന് പറഞ്ഞാൽ അഗ്നി, പന്തം എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. അപ്പം നെഞ്ചത്ത് അഗ്നി കുത്തി നിൽപ്പൂ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ അത്രയും വേദനയോടെ, നെഞ്ചത്തൊരു അഗ്നി കൊണ്ടുള്ള അമ്പ് കുത്തിയാൽ എത്ര വേദനയുണ്ടാകും, അത്രത്തോളം വേദനയോടെ കാട്ടാളൻ നിൽക്കുകയാണ്. കാരണം എന്താണ്? തൻ്റെ കാടിനെ എല്ലാം തന്നെ നാട്ടാളര് നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കത്തി വെണ്ണീറായ കാട്ടിൽ മനസ്സ് നൊന്ത് നിൽക്കുകയാണ് കാട്ടാളൻ. പക്ഷെ അവൻ്റെ കണ്ണിൽ രോക്ഷമുണ്ട് എന്നാണ് കവി പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ സമൂഹത്തിനോടുള്ള കവിയുടെ ആത്മരോക്ഷമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അതിനാൽ കവി ഇവിടെ എന്താവുകയാണ്? സ്വയം ഒരു കാട്ടാളനായി മാറുകയാണ്. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം.
ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി, മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി. മുലപാതി മുറിഞ്ഞവളാറ്റിൻകരയിൽ കനലായി വിളിച്ചു, കനലിൻ വിളി ചാട്ടുളിയായി. കരളിൽ ചെന്നാഞ്ഞു തറച്ചു, കണയേറ്റ കരിമ്പുലി പോലെ, ഉരുൾ പൊട്ടിയ മാമല പോലെ, ഉലകാകെയുലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ. കാട്ടാളൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആരാണ്? ആകാശമാണ്. അപ്പോൾ ആകാശത്തച്ഛൻ ചത്തുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നില്ല. വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കാടുകളും മരങ്ങളുമൊക്കെ വെട്ടിമുറിച്ചിട്ട് ഭൂമിയിലേക്കൊരു മഴ പോലും പെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ കാട്ടാളൻ്റെ അച്ഛനായ ആകാശം ചത്തുകിടക്കുകയാണ്. മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടുകലങ്ങി. കാട്ടാളൻ്റെ അമ്മ എന്ന് പറയുന്നത് മലകളും വനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവയെല്ലാം നാട്ടാളർ കത്തി നശിപ്പിക്കുന്നത് കണ്ടിട്ട് കാട്ടാളൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. കാരണം തൻ്റെ അച്ഛനായ ആകാശത്തിൽ നിന്നും മഴകളൊന്നും പെയ്യുന്നില്ല. അതുമാത്രമല്ല, തൻ്റെ അമ്മയെ നാട്ടാളരെല്ലാവരും ചേർന്നിട്ട് കത്തി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മുലപാതി മുറിഞ്ഞവളാറ്റിൻകരയിൽ കനലായി വിളിച്ചു, കനലിൻ വിളി ചാട്ടുളിയായി. അതായത് പ്രകൃതിയുടെ മുലകളെന്ന് പറയുന്നത് മരങ്ങളും പർവ്വതങ്ങളും ഒക്കെയാണ്. അപ്പോൾ മുലപാതി മുറിഞ്ഞ പ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം വലിയ വലിയ പർവ്വതങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു കാടിനെ നാട്ടാളർ വന്ന് നശിപ്പിച്ചു. അവരെയെല്ലാം മുറിച്ചു മാറ്റി. അടുത്തൊരു നോക്കാം. കരളിൽ ചെന്നാഞ്ഞു തറച്ചു, കണയേറ്റ കരിമ്പുലി പോലെ, ഉരുൾ പൊട്ടിയ മാമല പോലെ, ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ. അപ്പോൾ ഒരു ഭാഗത്ത് കാട്ടാളൻ്റെ അച്ഛൻ ചത്തുകിടക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് അമ്മയെ ദഹിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? മലകളും മരങ്ങളും എല്ലാം മുറിച്ചിട്ട് അവ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അമ്പുകൊണ്ട കരിമ്പുലിയുടെ നിസ്സഹായ അവസ്ഥയിലാണ് കാട്ടാളൻ നിൽക്കുന്നത്. കണയേറ്റ കരിമ്പുലി പോലെ എന്ന് പറഞ്ഞാൽ പുലിക്ക് വളരെ നല്ല ശക്തിയാണ്. പക്ഷെ അതിനൊരു അമ്പ് കൊണ്ടാൽ അതെന്ത് ചെയ്യും? അതിന് നിസ്സഹായാവസ്ഥയിലാവും അത്. കാരണം അതിന് അമ്പ് തറയ്ക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ കാട്ടാളൻ നിൽക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉരുൾപൊട്ടിയ മാമല പോലെ. അങ്ങനെ പറഞ്ഞാൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതിനെ ആർക്കും താൽക്കാലികമായിട്ട് നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ആർക്കും തടുക്കാൻ പറ്റാത്ത വിധത്തിൽ കാട്ടാളൻ അലറുകയാണ്. എങ്ങനെയാണ് അലറുന്നത്? ഉലകാകെ ഉലയ്ക്കും മട്ടിൽ. ഉലകാകെ ഉലയ്ക്കും എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനും നശിപ്പിക്കുന്ന തരത്തിൽ അലറുകയാണ് കാട്ടാളൻ.